എന്നാണ് ഇൻ്റർവ്യൂവിന് വന്നെന്ന് ചോദിക്കുന്നതുകൊണ്ട്. പക്ഷേ അവളോട് അവളെ വന്നതല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് ഒരു ചോദ്യം ചോദിക്കും. ആ ചോദ്യത്തിന് ഉത്തരം പറയാമെന്ന് ചോദിക്കുമ്പോൾ ചോദ്യത്തിന് ഉത്തരം അവൾ പറയും. എന്താ ഒറ്റ ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ്? സിറം അമോണിയം എന്ന് പറയും. അത് ആ സാക്ഷ്യം കേൾക്കണം. സിറം അമോണിയം. അതോട് ഇയാൾ ഞെട്ടിപ്പോവും. ആധുനികമായിട്ട് പഠിച്ചിട്ടുള്ള നേഴ്സുമാർ പോലും ആ ഉത്തരം തെറ്റിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഇവളാണെങ്കിൽ ഇപ്പോഴെങ്കിലും പഠിച്ചതല്ല ഇത്. അവൾ പറയുന്നുണ്ട്, ഞാൻ 3 കൊല്ലം മുമ്പ് നോക്കിയ നോട്ട് ഞാൻ മറന്നു പോയതാണ്. ഇപ്പോൾ 21:15 അനുസരിച്ചുകൊണ്ട് കർത്താവ് അവളുടെ ഓർമ്മയിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. ഞാൻ ഓർപ്പിക്കുമെന്നല്ലേ പറയണത്. സീറോ. ആ ഒരു ഒറ്റ ഉത്തരത്തിന് അവൾക്ക് ആ ജോലി കിട്ടി. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. 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 യേശുവേ നന്ദി. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആരാധന. ഹല്ലേലൂയ. വാഗ്ദാന പീഠമേ സ്വർഗീയ തുമ്പലേ കൃപാസനത്തിൻ്റെ അമ്മേ ഇതാണ് ഈ പ്രസൻസ് എന്ന് പറയണത്. പ്രസൻസ്. അവൾക്ക് പണ്ട് അവളുടെ ജോലി പോയി, സ്പോൺസർ പോയി, എല്ലാം പോയി. എന്നിട്ട് ഇതൊന്നും ഇല്ലാത്ത സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ടൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യിക്കുമ്പോൾ പണ്ട് അതിൻ്റെ ഉത്തരം ദൈവം തന്നെ അവൾക്ക് ഓർപ്പിച്ചു കൊടുക്കാൻ കണ്ടിട്ടില്ലേ? ഇതിനെയാണ് നമ്മൾ പറയണത്. അതായത് നമ്മളെപ്പോഴും ഇപ്പോൾ എനിക്ക് സാക്ഷികളായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് വചനമില്ലേ? നമ്മൾ വായിച്ചാണല്ലോ 21:13. അതായത് ക്ലേശകാലത്ത് എന്താണ് നമ്മുടെ കയ്യിൽ എന്താ ചെയ്യേണ്ടത്? ക്ലേശകാലം. ഇപ്പോൾ നിങ്ങൾ ഉടമ്പടി പുതുക്കാൻ പോകണ്ടെന്ന് നിങ്ങളെ വീട്ടിലെ അയൽവാസികളോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് പറയും, ഓ ഞാൻ പിന്നെ മറ്റേ വരാം. എന്നിട്ട് അവർക്കറിയാം അവർ ഉടമ്പടി നടത്തിയിട്ടില്ല, മറ്റൊരു ഉടമ്പടി പുതുക്കാൻ പോവുകയും ഞാൻ പിന്നെ അതിന് അവർ ഉടമ്പടി കുഴപ്പമില്ല. അപ്പോൾ അവരിവിടെ മനസ്സിരിക്കണത് പുതുക്കിയിട്ടും എനിക്ക് വലിയ കാര്യമൊന്നും ഇല്ലെന്നാണ്. ഈ തലവാതി രോഗിയെപ്പോലെ ഞാൻ പിച്ചിമ്പയും പറഞ്ഞ പോലെ ഞാൻ പിന്നെയും മറ്റേ വരാമെന്ന് പറയണത്. അവരൊരിക്കലും വരത്തില്ല. ഞാൻ പറഞ്ഞത് എൻ്റെ മക്കളെ, അതായത് സത്യസന്ധമായിട്ട് നോക്കിയാൽ നിങ്ങൾ ദൈവത്തെ ഈ വിഷയം സിൻസിയർ ആൻഡ് സീരിയസ് ആയിട്ട് എടുക്കണമെങ്കിൽ ഒരു പ്രശ്നവുമില്ല. സിൻസിയർ ആൻഡ് സീരിയസ് കുറച്ച് പേർക്ക് കുറച്ച് കാര്യങ്ങൾ ഞാൻ സിൻസിയർ ആൻഡ് സീരിയസ് ആണ്, കുറച്ച് കാര്യങ്ങൾ ഞാൻ അല്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ ബേസിക്കായിട്ട് സിൻസിയർ ആൻഡ് സീരിയസ് അല്ല. സിൻസിയർ ആകുന്നവർ എല്ലാ കാര്യത്തിലും സിൻസിയർ ആയിരിക്കും. അല്ല നിങ്ങൾക്ക് ഒക്കണ കാര്യത്തിൽ മാത്രം സിൻസിയർ, നിങ്ങൾക്ക് ഒക്കണ കാര്യത്തിൽ മാത്രം സീരിയസ് അല്ല. ദൈവത്തോട് ഉടമ്പടി ചെയ്യുമ്പോൾ ഈ വിഷയത്തിന് അതാ നിങ്ങളെനിക്ക് സാക്ഷികളായിരിക്കുമെന്ന്. സാക്ഷികളായിരിക്കുമ്പോൾ ദൈവം എന്താ? പ്രസൻസാണ്. ദൈവം കൂടെ വരികയാണ്. ശില്പയുടെ കൂടെ ചെന്നിട്ട് ആ സമയത്ത് ചെവിയിൽ പറഞ്ഞു കൊടുക്കുകയാണ്. അവൾ തന്നെ കണ്ണ് നിറഞ്ഞ് നിൽക്കുകയാണ്. കാര്യം ഇത് ഞാനിപ്പോഴെങ്കിലും പഠിച്ച കാര്യമല്ല, പണ്ട് പഠിച്ച കാര്യമാണ്. കർത്താവ് അതിപ്പോൾ ഓർപ്പിച്ച് കൊടുക്കുകയാണ്. എന്തിപ്പോൾ ഉത്തരം പറയണമെന്ന് ആ സമയത്ത് നിങ്ങൾക്ക് അറിവ് തരുമെന്നല്ലേ പറയണത്. ആ സമയത്ത് അറിവ് തരും. അപ്പോൾ എൻ്റെ മക്കളെ എന്തായത് എനിവേയാണ് നമ്മൾ സർവൈലൻസിലാണ് നിൽക്കണത്. ഇപ്പോൾ ഇവിടെയൊക്കെ എഴുതി വെച്ചിട്ടില്ലേ, നിങ്ങൾ ക്യാമറ നിരീക്ഷണത്തിലാണെന്ന് എഴുതി വെച്ചിരിക്കുന്നത് എന്താണ്? ഇതുപോലും ദൈവം നമ്മളെ എല്ലാ കാര്യങ്ങൾക്കും ദൈവത്തിൻ്റെതായിട്ടുള്ള ശ്രദ്ധയുണ്ട്. നമ്മൾക്കാണ് ദൈവത്തെ ശ്രദ്ധയില്ലാത്തത്, അല്ലെങ്കിൽ ശ്രദ്ധ കുറവുള്ളത്. ഇപ്പോൾ എമ്മാവുസേക്ക് പോയ ശിഷ്യന്മാർക്ക് എന്താ സംഭവിച്ചത്? അവരുടെ കൂടെ ആ ഭാര്യയുടെ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ളത് കാരണം ഭർത്താവിനെ കളയാതെ ഇരിക്കാൻ വേണ്ടി കർത്താവ് കൂടിയിരിക്കുകയാണ്. മനസ്സിലായില്ലേ? കർത്താവ് കൂടിയിരിക്കും. പക്ഷേ മ്ലാനവതരായത് കാരണം ഇവർക്ക് കർത്താവിനെ മനസ്സിലായില്ല. അതാണ് വിഷയം. കൂടുന്ന പ്രസൻസ് ഉണ്ടാകും, പക്ഷെ നമ്മൾക്ക് ഒരുക്കമില്ലാത്ത കാരണവും സങ്കടമുള്ള കാരണം നിരാശ ഉള്ളത് കാരണം നമുക്കൊന്നും മനസ്സിലാകത്തില്ല. ഇപ്പം തന്നെ 44 വയസ്സുകാരൊക്കെ വന്ന് കല്യാണത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. പക്ഷെ അവിടെ നിപ്പ് കാണുമ്പോൾ തന്നെ അറിയാം അവർക്ക് അതിനകത്ത് വിശ്വാസമില്ല. അമ്മയും അപ്പനോ പറഞ്ഞ് ഇപ്പം അപ്പനും അമ്മയും മരിക്കാൻ പോകണേ, ഞങ്ങൾ ചത്താപ്പിൻ്റെ നിരക്കാർ കാശ് വെച്ച് ഊണ് വെച്ച് തരും. അത് അവർക്കുടെ പ്രശ്നത്തിലേ ഉള്ളേ. അവരുടെ പ്രശ്നത്തിൽ ഞങ്ങളെങ്ങാനും ചത്ത ഈ 49 വയസ്സുകാരന് ആര് ഭക്ഷണം കൊടുക്കും എന്നാണ്. അത്രേ ഉള്ളൂ. അവർക്ക് എൻ്റെ കുടുംബജീവിതം ഉണ്ടാകണം അങ്ങനെയൊന്നുമല്ല, അവൻ്റെ കാര്യം നോക്കാനൊരാൾ, അത്രേ ഉള്ളൂ. അത്രേ അപ്പനും അമ്മയും ഉദ്ദേശിക്കുന്നുള്ളേ. അത് ദൈവത്തിനും അറിയാം അത്രേ ഉദ്ദേശിക്കുന്നുള്ളെന്ന്.
അത് ഇതിനകത്തുള്ള കാപട്യമെല്ലാം ദൈവത്തിന് അറിയാവുന്നേ. നിങ്ങൾ ദൈവത്തോട് അടുക്കുമ്പോൾ ദൈവം ആരാണെന്ന് ആദ്യം മനസ്സിലാക്കി അടുക്കണം. കാര്യം നിങ്ങൾ ആദ്യം ചെയ്യേണ്ട അവർക്ക് ക്രിസ്തീയ ജീവിതം, വിശ്വാസ ജീവിതം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അല്ല അവന് ഊണ് കൊടുക്കാൻ അവൻ്റെ അണ്ടർവെയർ ആരെ ഇളക്കി തരുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പാരിനെ കൊണ്ടുവന്ന് നിർത്തരുത്. പറഞ്ഞാൽ മനസ്സിലായല്ലേ? ഞാൻ പറയാൻ മനസ്സിലായ? പല ആൾക്കാരും അതാണ് ഉദ്ദേശിക്കുന്നത്. അവൻ്റെ ആത്മീയ കാര്യം ആര് ശ്രദ്ധിക്കും എന്നാണ് ഒരു അമ്മ ഒരു വിവാഹം കഴിക്കാത്ത മകനെക്കുറിച്ച് ഓർത്ത് കർത്താവിൻ്റെ മുന്നിൽ വേദനിക്കണമെങ്കിൽ 24 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് ജീവിത പങ്കാളിയെ തരും. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. മക്കളുടെ വിശ്വാസ ജീവിതത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് മുന്നേറുവാൻ ഈ ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. മഹത്വം മഹത്വം. ആരാധന ആരാധന. ഹല്ലേലൂയ. ക്ലേശകാലത്ത് കൂടാരവിരിപ്പാൻ എന്നെ പ്രിയരെന്നെ മറയ്ക്കും. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാം പാറമേൽ എന്നെ അവൻ കയറ്റി നിർത്തും. ക്ലേശകാലത്ത് കൂടാരവിരിപ്പാൻ എന്റെ പ്രിയരെന്നെ മറയ്ക്കും. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാം പാറമേൽ അവൻ കയറ്റി നിർത്തും. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാം പാറമേൽ അവൻ കയറ്റി നിർത്തും. ക്ലേശകാലത്ത് കൂടാരവിരിപ്പാൻ എന്റെ പ്രിയനെന്നെ മറയ്ക്കും. ഉയർന്നതാം പാറമേൽ അവൻ കയറ്റി നിർത്തും. നമുക്ക് വളരെ കൃത്യമായിട്ട് കർത്താവ് നിങ്ങളോട് വൃത്തിയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നിങ്ങൾ വീട്ടിൽ പോയി ഉടമ്പടി ധ്യാനം വീണ്ടും യൂട്യൂബിൽ കൂടണം. അടുത്ത ചൊവ്വാഴ്ച അല്ലേ, അടുത്ത ചൊവ്വാഴ്ച കഴിഞ്ഞുള്ള ചൊവ്വാഴ്ചയാണ് ഇത് അപ്പ് ചെയ്യണത്. ഇപ്പോൾ ഒരു ക്യാമറയിലൊക്കെ എടുക്കാൻ കണ്ടില്ലേ, അപ്പ് ചെയ്യണത് അടുത്തതിൻ്റെ പിന്നത്തെ ചൊവ്വാഴ്ചയാണ്. അപ്പോൾ നിങ്ങൾ വീണ്ടും ഈ ധ്യാനം കയറണം. കുരിയുടെ ആ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കണം. നമ്മുടെ ധ്യാനങ്ങളൊന്നും ആശയപരമായ ഒരു പ്രകർഷണമല്ല, മറിച്ച് കർത്താവ് നമുക്കൊരു മെക്കാനിസം തരികയാണ്, ഒരു ഹോംവർക്ക് തരും. അത് നമ്മൾ ചെയ്ത് നോക്കണം, കൃത്യമായിട്ട് ചെയ്ത് നോക്കുകയാണ് ചെയ്യണത്. ചെയ്ത് നോക്കുമ്പോഴാണ് ഇത് വർക്കൗട്ട് ചെയ്യണത്. ചെയ്ത് നോക്കാതെ ഒന്നും വർക്കൗട്ട് ചെയ്യത്തില്ല. എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വചനം അപ്പോൾ 21 പറഞ്ഞില്ലേ, ഈ ക്ലേശകാലത്ത് നിങ്ങളെ എന്തായിരിക്കണം? സാക്ഷികളായിരിക്കണം, അല്ല കിടന്ന് ഉറങ്ങരുത്. അപ്പം നാട്ടുകാർ ചോദിക്കുമോ നിങ്ങൾ ഉടമ്പടിക്ക് പോയിട്ട് എന്തായി ഇവിടെയെങ്കിലും? അപ്പോൾ ഒന്നും ആയില്ല. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ നാട്ടിൽ മാതാവിലഞ്ഞിട്ടാണ് കെട്ടിയെടുത്ത് ആലപ്പുഴ പോയെന്ന് ചോദിക്കും. പണ്ടാരം പിശാച് അങ്ങനെ പല ചോദ്യങ്ങളും നമ്മളോട് ചോദിക്കും. പക്ഷേ നമ്മൾ അതിൻ്റെ അകത്ത് എന്തുകൊണ്ടാണ് വീണ് പോണതിൻ്റെ കാരണം എന്താണ്? നമ്മൾ ഉടമ്പടി ഉഴപ്പിയത് കൊണ്ടാണ്. ഉഴപ്പില്ല എന്നുണ്ടെങ്കിൽ നമുക്കറിയാം, പരിശുദ്ധാത്മാവ് നമ്മളോടൊന്ന് പറയും. എന്ത് പറയും? ഇത് കർത്താവ് സമയത്ത് കൃത്യമായിട്ട് ചെയ്യുമെന്ന് പറയും. ഞാൻ മക്കളുടെ തലയിൽ കൈവെക്കുമ്പോൾ, കല്യാണം കഴിക്കാത്ത മക്കളുടെ തലയിൽ കൈവെക്കുമ്പോൾ ഞാൻ പറയും, അമ്മേ സത്യം പറ, ഇവളുടെ ജീവിത പങ്കാളി അമ്മയുടെ കയ്യിലില്ലേ? ഞാൻ 27 ദിവസം ഡേറ്റ് ഇടും, ഇവർക്ക് കാണിച്ചു കൊടുക്കണം ആളെ, ഇവിടെ കല്യാണം സെറ്റാകണമെന്ന് പറയും. കാര്യം കർത്താവിൻ്റെ വഴികളിൽ നമുക്കറിയാമല്ലോ, ഇത് എല്ലാവരുടെയും ജീവിത പങ്കാളി ഓരോ വിഷയങ്ങൾക്കും ഉള്ള പോം വഴികൾ ദൈവത്തിൻ്റെ കയ്യിലുണ്ടല്ലോ, ഉറപ്പല്ലേ? ഇത് താമസിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തരാൻ കാലമായിട്ടില്ല. അതാണ് പ്രശ്നം. പണ്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൊടുക്കണ കാര്യം പറഞ്ഞപ്പോൾ ചർച്ചിൽ പറഞ്ഞ് ഈ അർത്ഥനഗ്നായ ഫക്കീറാണ് ഇവിടെ നിൽക്കുന്നത്. ഇവനേക്കാൾ ഗതികേടാണ് ഈ നാട്ടിലുള്ളവർ, ഇന്ത്യ രാജ്യത്തുള്ളത്. ഇവരെയൊക്കെ സ്വാതന്ത്ര്യം കൊടുത്ത ജനാധിപത്യം അവനൊക്കെ എന്ത് പരുവത്തിൽ കൊണ്ട് ആക്കും? ജനാധിപത്യം സ്വീകരിക്കാൻ ഇവർക്ക് പക്വതയായോ എന്ന് ചർച്ചിൽ ചോദിച്ചു. ശരിയോ തെറ്റോ? ഞാൻ അത് വായിച്ചതാണ്. പക്ഷേ ചർച്ചിൻ്റെ നിഗമനം ശരിയോ തെറ്റോ ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷേ ചോദ്യം പ്രസക്തമാണ്, ഇന്നും പ്രസക്തമാണ്. ജനാധിപത്യം എന്ന് പറഞ്ഞ വലിയ ഉത്തരവാദിത്തപ്പെട്ട ഒരു ഭരണക്രമം, അത് പാലിച്ചു പോകാൻ നമുക്കിന്നും പറ്റണില്ല. നമ്മളിപ്പോഴും നോക്കണത് ജനാധിപത്യത്തെ തല്ലിക്കെടുത്താൻ പറ്റിയ ഭരണഘടനയിലെ വകുപ്പുകളെ കളയാൻ വേണ്ടിയാണ് നമ്മൾ നോക്കണത്.
വീണ്ടും ഓട്ടോക്രാറ്റ് ആകാം, വീണ്ടും ഏകാധിപത്യത്തിനുള്ള ചാൻസും ഈ ജനാധിപത്യത്തിൽ ഉണ്ടോ എന്നാണ് ഭരണഘടന ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ നോക്കണത്. ഇതുപോലെയാണ് നമ്മുടെ അവസ്ഥ. എന്ന് വെച്ചാൽ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഉടമ്പടി ഏത് സമയത്ത് വർക്കൗട്ട് ചെയ്യും, അതിൻ്റെ സമയങ്ങളെ ക്രമീകരിക്കുന്നത് നിങ്ങളാണ്, അല്ല ദൈവമല്ല. ദൈവത്തിന് സമയം നീട്ടിക്കൊണ്ടു പോകുന്നൊരു പോളിസി ഇല്ല. എന്താ പറയണത്? അവിടുന്ന് കാലവിളംബം വരുത്തുമോ? മർക്കോസിൽ 13 വായിക്കത്തില്ലേ? 13:21 ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ഹല്ലേലൂയ. ആരാധന ആരാധന യേശുവേ ആരാധന 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 യേശുവേ ആരാധന 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 സ്നേഹമേ ആരാധന. ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 7-ാം തിരുവചനം. 18:7. അങ്ങനെയെങ്കിൽ രാവും പകലും തന്നെ വിളിച്ച് കരയുന്ന തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവം നീതി നടത്തിക്കൊടുക്കുകയില്ലേ? അവിടുന്ന് അതിന് കാലവിളംബം വരുത്തുമോ? പ്രാർത്ഥനയുടെ കാര്യം പറയുമ്പോഴാണ് പറയണത്. കാലവിളംബം വരുത്തുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വരത്തില്ലെന്നാണ്. അപ്പോൾ ദൈവത്തിൻ്റെ നടപടിക്രമത്തിൽ വെച്ച് താമസിപ്പിക്കുന്ന സർക്കാർ കാര്യം മുറ പോലെ എന്ന് പറയത്തില്ലേ, അതുപോലെയുള്ള മുറയൊന്നുമില്ല. നമ്മൾ സത്യസന്ധരാണെങ്കിൽ ഇന്ന് രാത്രി ഉടമ്പടി കത്തും. മനസ്സിലായില്ലേ? അത് കാര്യം ദൈവത്തിൻ്റെ നിലപാട് ക്രമം എന്ന് പറഞ്ഞാൽ കാലവിളംബം വരുത്താത്തതാണ്. പിന്നെ ഈ കാലവിളംബം വരുത്തി കൂട്ടുന്നത് ആരാണ്? നമ്മളാണ്. നമ്മൾ ഉടമ്പടി പത്രം കൊണ്ട് തിരി കൊണ്ട് അവിടെ വെച്ചു. അടുത്ത ശനിയാഴ്ച വരെ തുടങ്ങാം, പള്ളിയിൽ പോട്ടെ, അവിടെ അച്ഛനുണ്ടെങ്കിൽ കുമ്പസാരിക്കുക. ഇങ്ങനെ ഈ ചെല്ലട്ടെ എന്നുള്ള നടപടിക്രമങ്ങൾ ഇതൊന്നും അല്ലല്ലോ പ്രശ്നം. ഇതിനിടയ്ക്ക് വല്ല ഇൻഡാസും കയറി വന്നാൽ ആ ഇൻഡാസ് എല്ലാം സാക്ഷ്യം വഹിക്കേണ്ട സമയമല്ലേ, നമ്മൾ സാക്ഷ്യം വഹിക്കത്തില്ല. അതിന് പകരം നമ്മൾ ഉടമ്പടി ജീവിതത്തിൽ നിന്ന് നിഷ്പക്ഷത പാലിച്ച് നിൽക്കും, നിർജ്ജീവമായിട്ട് നിൽക്കും. ആകപ്പാട് ചെയ്യുന്ന പരിപാടി രാവിലെ എഴുന്നേറ്റ് പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന ചെല്ലും. ഇതിലാണ് കാര്യം മുഴുവൻ ഇരിക്കണമെന്ന്. അതിലല്ല കാര്യം മുഴുവൻ ഇരിക്കണം. അത് വേണമെന്നാണ്, അത് വേണം. പക്ഷേ കാര്യം മുഴുവൻ ഇരിക്കണം എവിടെയാണ്? നിങ്ങളെനിക്ക് സാക്ഷികളായിരിക്കും. വളരെ പ്രശ്നം. ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ ഉള്ള മാർഗം എന്ന് പറയുന്നത് സാക്ഷികളാകാനേ പറ്റത്തുള്ളൂ. ഇപ്പോൾ എന്തുമാത്രം ആൾക്കാരാണ് ഓർഫനേജിലും വയോജന അതുപോലെ തന്നെ ഓൾഡ് ഏജ് ഹോമിലും അതുപോലെ തന്നെ ഓട്ടിസം ഒക്കെ കുഞ്ഞുങ്ങളുള്ള സൂക്ഷിക്കുന്ന സ്ഥലത്തും എന്തൊക്കെ പോയി താമസിച്ചാണ് ജോലി ചെയ്യണത്, വേല ചെയ്യണത്. അപ്പോഴേ എന്താ വെച്ചാൽ അവർ സാക്ഷികളാകുകയാണ് കർത്താവിന് വേണ്ടി. അപ്പോഴേ ജോലി കാണുമ്പോൾ കർത്താവിന് മനസ്സിലാകും. ഇപ്പോഴത്തെ ഒരു ചേട്ടൻ പറഞ്ഞില്ലേ, ഞാൻ മഴയത്ത് ഓട്ടോറിക്ഷക്കാർക്കും പോലീസുകാർക്കും ഒക്കെ ഞാൻ കൃപാസനം പത്രം കൊടുക്കുമെന്ന്. മഴയത്ത് 5 കെട്ട് പത്രമാണ് കൊടുക്കണ പുള്ളിക്കാരൻ. അപ്പോഴേ എന്താ പ്രശ്നം വെച്ചാൽ അവർ സാക്ഷികളാകുകയാണ്. അപ്പോൾ എന്തെങ്കിലും വിഷയം വന്നാൽ നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ സംഭവം എന്താണ്? സാക്ഷ്യമാണ്. അത് എമ്മാവസിൽ നിന്ന് പോയവരോടും അതിനുശേഷം അപ്പോസ്തലന്മാരോടും എല്ലാം പറഞ്ഞെന്താണ്? ഇവയ്ക്ക് നിങ്ങളാണ് സാക്ഷികൾ. സാക്ഷ്യമാണ് പ്രധാനപ്പെട്ട വിഷയം. ഇപ്പോൾ എമ്മാവസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് എന്താ ചെയ്തത്? ഇവർ ഭാര്യനെ ഉപേക്ഷിച്ച് അയാൾ കുടുംബജീവിതത്തിൽ നിന്ന് മാറി നാട്ടിലോട്ട് പോയി, സ്വന്തം നാട്ടിലോട്ട് പോവുകയാണ്. എന്തിനു പോകണം ദൈവത്തിനറിയാം. അയാൾ പേടിച്ച് പോകണമെന്നറിയാം, നിക്കക്കളില്ലാതിന് പോകണമെന്നറിയാം, പോയത് ശരിയായില്ലെന്നും അറിയാം. പോയി ശരിയാകാഞ്ഞുകൊണ്ടല്ല കർത്താവ് പുറകെ വന്നത്. കർത്താവ് പുറകെ വന്നു കഴിഞ്ഞിട്ട് പിന്നീട് ഇവരുമായി മുന്നോട്ട് പോകുമ്പോൾ സന്ധ്യയാവും. അപ്പം നേരം വൈകി നമുക്ക് ഇവിടെ രാപ്പാർക്കാമെന്ന് പറയുന്ന സമയത്ത് ഈശോ അപ്പമെടുത്ത് മുറിക്കും. അപ്പമെടുത്ത് മുറിക്കുമ്പോഴാണ് കണ്ണ് തുറക്കണത്. നേരത്തെ കണ്ണ് എന്താ സംഭവിച്ചുകൊണ്ടിരുന്നത്? നേരത്തെ എന്താ സംഭവിച്ചത്? കണ്ണ് മങ്ങി കണ്ണ് മൂടപ്പെട്ടിരുന്ന ആൾക്കാരായി. കണ്ണ് തുറക്കണത് എന്താണ്? അപ്പമെടുത്ത് മുറിക്കുമ്പോഴാണ്. ആരുടെ പേരിൽ? കർത്താവിൻ്റെ പേരിൽ. അപ്പം മുറിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഡു ദിസ് ഇൻ മെമ്മറി ഓഫ് മീ ആണ്. കവനൻ്റാണ്, ഉടമ്പടിയാണ്.
ഉടമ്പടി ചെയ്യുമ്പോഴാണ് കണ്ണ് തുറക്കണത്. നമ്മൾ രാവിലെ കുർബാന അർപ്പിച്ചത് എന്താണ്? ഉടമ്പടി ചെയ്യണം. കുർബാന അർപ്പിക്കണ അച്ഛന്മാർക്ക് ഇത്രയും ആന്തരികമായിട്ട് അറിയാവുന്നറിയില്ല. അവരത് വലിയ സംഭവമായിട്ട് ഭക്തിപൂർവ്വം ചെയ്യുന്നുണ്ട്, അതിനകത്തൊരു സംശയമില്ല. പക്ഷേ എന്താണ്, ജനങ്ങളുടെ കണ്ണ് തുറന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അറിയത്തില്ല. കാര്യം അവർ വയലാറിൻ്റെ പാട്ടൊക്കെ പാടുകയല്ലേ ഇതിൻ്റെ ഇടയ്ക്ക്, അതറിയുന്നുണ്ട്. എന്നിട്ട് സായിപ്പിൻ്റെയൊക്കെ ഛർദ്ദിച്ച് കളഞ്ഞ കുറേ സാധനമൊക്കെ പ്രസംഗമായിട്ട് പറയുകയല്ലേ. എങ്ങനെ ജനത്തിൻ്റെ കണ്ണ് തുറക്കാനുള്ളൊരു സാധ്യതയില്ല. പൊൻകുന്നം വരക്കി, മുട്ടത്ത് വരക്കി, എല്ലാവരും ഇങ്ങനെ ഓരോ കഥകളൊക്കെ അല്ലേ പള്ളിയിൽ പറയണത്. പിന്നെ ആ ജനത്തിൻ്റെ കണ്ണ് തുറക്കുക, ഉള്ള കണ്ണ് കൂടെ അടഞ്ഞു പോവുകയേ ഉള്ളൂ. കാര്യം എന്താണ്, ഇവർ ഉദാഹരണം പറഞ്ഞ പല ആൾക്കാർക്ക് 4 ഭാര്യ 3 ഭാര്യയൊക്കെ വെച്ചുണ്ട്. ഈ ആൾക്കാരെങ്ങനെ, ഞാൻ ഈ പറഞ്ഞ ആൾക്കാർക്കുണ്ടെന്നല്ല ഞാൻ പറയണത്, അത്താരെ കെട്ടിയെഴുന്നള്ളിക്കുന്ന പല ആൾക്കാരും ദൈവത്തിന് അഹിതമായിട്ടുള്ള ആൾക്കാരാണ്. ഇവരൊന്നും പറയാൻ ബാധ്യസ്ഥനല്ല. അവൻ്റെ അഭിഷേകം തന്നെ കർത്താവ് എടുത്തു കളയുന്നതിൻ്റെ കാരണം അവന് അസ്ഥാനത്ത് അത് ഉപയോഗിക്കുന്നതുകൊണ്ടാണ്. ഞാൻ എന്താ പറയണത് വെച്ച് കഴിഞ്ഞാൽ, അപ്പം മുറിച്ചാൽ കണ്ണ് തുറയണം. ജനം കണ്ണ് മടങ്ങി തന്നെ വരണത്. ഒരു കാഴ്ച ക്ലേശങ്ങൾ കൊണ്ടും സാമ്പത്തിക തകർച്ച കൊണ്ടും പല കാര്യങ്ങളും, സുനാമി വന്നപ്പോഴും അതുപോലെ തന്നെ പ്രളയം വന്നപ്പോഴും അതുപോലെ തന്നെ കൊറോണ വന്നപ്പോഴും ആൾക്കാരെല്ലാം തീർന്ന് കണ്ണ് മങ്ങിയാണ് വരണത്. കണ്ണ് മങ്ങിയവൻ്റെ കണ്ണിട്ട് കുത്താവുന്ന രീതിയിലാണ് പള്ളി പ്രസംഗം പലതും പോണത്. തമാശയല്ല, ഞാൻ കേൾക്കണമല്ലേ ഇതുകൊണ്ട്. അതിൻ്റെ അവിടെ അവരപ്പം മുറിക്കുമ്പോൾ അവരെ കണ്ണ് തുറക്കണം. എന്നിട്ട് അവൻ പറയണം, അവൻ നമ്മോട് വചനം പ്രസംഗിച്ചപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിക്കുകയല്ലായിരുന്നെന്ന്. വചനം പ്രസംഗിച്ചാലല്ലേ ഹൃദയം ജ്വലിക്കത്തുള്ളൂ. അതിന് പകരം വേറെ വല്ലതും മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് വായിച്ചു വെച്ച ആൾക്കാരെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? വചനം പ്രസംഗിച്ചാലല്ലേ കണ്ണ് ജ്വലിക്കത്തുള്ളൂ. അയാൾ ഭാര്യ ഉപേക്ഷിച്ച പേരാണെന്ന് ഞാൻ പറഞ്ഞ്, അല്ലെങ്കിൽ അല്ല, ആണെങ്കിൽ ആണ്. അയാൾ ഉപേക്ഷിച്ചല്ല, അയാൾ പോകുന്നല്ല. വൈഫിൻ്റെ വീട്ടിൽ പോകുമ്പോൾ ഭാര്യനെ കൊണ്ടല്ല പോരേണ്ടത്. അയാൾ ക്ലയോപാസ് എന്ന് പറഞ്ഞ ബിരുദൻ നാട്ടിലായിട്ട് പോകണം. ശരി, അയാൾ ഭാര്യയെ വിളിച്ചിട്ട് പോരണ്ടേ? താറ്റി പിടിച്ചാൽ വിളിച്ചിട്ടില്ല, വിളിക്കാതെ അയാൾ ഒറ്റയ്ക്ക് പോകുന്ന നല്ലതിൻ്റെ അർത്ഥം. അതൊന്നും ശരിയായില്ല. അതേ കർത്താവ് പുറകെ വന്ന് അപ്പം മുറിച്ച് കഴിഞ്ഞപ്പോൾ കാര്യം മതി, കഥ മാറി. ഓരോ കുർബാന കഴിയുമ്പോഴും കഥ മാറണം. അത്രയും ഭവ്യതയോടെ, ഭക്തിയോടെ, സൂക്ഷ്മതയോടെ കർത്തൃസന്നിധി നിന്നാൽ കഥ മാറും. ഞാൻ കവനൻ്റാണ് ചെയ്യണത്. നമ്മൾ അപ്പം മുറിക്കലെന്ന് പറഞ്ഞ് അതൊരു ചില ആൾക്കാർ തെറ്റിദ്ധരിച്ച് ബണ്ണും കാപ്പിയുമായിട്ട് സഭയിൽ കയ്യടിയും പാട്ടുമായിട്ട് ഇരിപ്പുണ്ട്. അത് പോട്ടെ. പക്ഷേ എന്താണ് വാട്ട് ഈസ് ആക്ച്വലി ദേ ആർ ഡൂയിങ്? ദേ ആർ റിവൈസിങ് ആൻഡ് റിജുവനേറ്റിംഗ് ദ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് ദി കവനൻറ്റ്. ഓർമ്മയ്ക്കായി ചെയ്യാൻ, അവൻ്റെ ഓർമ്മയ്ക്കായി. നിങ്ങൾക്കറിയാമല്ലോ, ഏതെങ്കിലും നിമിഷം ജീവിതം കെട്ടുപോയാൽ, കണ്ണ് മങ്ങിപ്പോയാൽ, മനസ്സ് മ്ലാനമായി പോയാൽ, നമ്മുടെ മുമ്പിലുള്ള കവനൻ്റ് എന്ന് പറയുന്നത് എന്താണ്? അവൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുകയാണ്. നിങ്ങൾ ഓർക്കുക, ഇവിടെ കുർബാന അർപ്പിക്കുന്ന കുർബാന അപ്പത്തിൻ്റെ സമയത്ത് മാത്രമല്ല, എന്നെല്ലാം അവൻ്റെ കഷ്ടങ്ങളെ, അവൻ്റെ മുറിവുകളെ, അവൻ്റെ പകുത്തു കൊടുക്കലെ, അവൻ്റെ പങ്കുവെക്കലെ നമ്മൾ ഉടമ്പടിയിലൂടെ പരസ്നേഹ പ്രവൃത്തികളായി ആചരിക്കുന്നുണ്ടോ, അന്നെല്ലാം അവൻ്റെ ഓർമ്മയ്ക്കായി നമ്മൾ ചെയ്യുമ്പോൾ അവൻ നമ്മുടെ കണ്ണ് തുറക്കുന്നുണ്ട്. അവൻ തന്നെയാണ് വെളിപ്പാട് പുസ്തകത്തിൻ്റെ 21-23 ദ ലോർഡ് ഗോഡ് വിൽ ബി ദെയർ ലൈറ്റ് എന്ന് പറയണത്. അതായത് കർത്താവാണ് നമ്മുടെ വെളിച്ചമായിട്ട് നമ്മുടെ മുമ്പിൽ ചിതറി നിൽക്കുന്നത്. കൈയിട്ടിച്ച് കർത്താവിനെ ശ്രദ്ധിക്കട്ടെ. ഞങ്ങൾക്കായി അപ്പമാണു നീ, ദിവ്യകാരുണ്യമേ ബലിവേദിയിൽ ഞങ്ങൾക്കായി മുറിയും അപ്പമാണു നീ. ജീവൻ സമൃദ്ധമായി ഉണ്ടാകുവാൻ നീയെന്നും മുറിക്കപ്പെടുന്നു. ജീവൻ സമൃദ്ധമായി ഉണ്ടാകുവാൻ നീയെന്നും മുറിക്കപ്പെടുന്നു. സ്വയമേ ശൂന്യമാകുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവ് നിങ്ങളോട് സംസാരിക്കുകയാണ്. എന്നെ വേറെ ഉപകരണമാക്കിക്കൊണ്ടിരിക്കുകയാണ്, ഒരു പാഴ്ത്തടി പോലെ. പക്ഷേ കർത്താവ് എന്നിലൂടെ നിങ്ങളോട് സംസാരിക്കുന്നു.
നിങ്ങളത് കേൾക്കുന്നു. പക്ഷേ ഇതോടുകൂടി നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ഇടപെടുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ എന്താ പറയണമെന്നറിയാമോ? നിങ്ങൾക്കും എനിക്കും ദൈവത്തിന് അറിയാവുന്നൊരു സത്യമുണ്ട്, നമ്മുടെ പല വിഷയങ്ങൾക്കും സൊല്യൂഷൻ ഇല്ലെന്ന്. മൈൻഡ് ഇറ്റ്. നിങ്ങൾക്കും എനിക്കും ദൈവത്തിനും അറിയാവുന്ന ഒരു സത്യമുണ്ട്, നമ്മൾ ഉടമ്പടി വെച്ചിരിക്കുന്ന പല വിഷയങ്ങൾക്കും ഒരു സൊല്യൂഷൻ ഇല്ലെന്ന്. സത്യമായിട്ടറിയാം, എനിക്കറിയാം. നിങ്ങൾ ഉടമ്പടിയിൽ എന്നെ കാണുമ്പോൾ ഞാൻ ഇതിന് സൊല്യൂഷൻ ഇല്ലെന്ന്, സൊല്യൂഷൻ ഇല്ല. പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, സൊല്യൂഷൻ ഇല്ലാത്ത ഒരു കാര്യം ഇവിടെ ഇല്ല. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ എൻ്റെ മക്കളെ. ലൂക്ക 5:5 എടുത്തേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ കാരുണ്യമേ ബലിവേദിയിൽ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ദിവ്യകാരുണ്യമേ ബലിവേദിയിൽ ഞങ്ങൾക്കായി മുറിയും അപ്പമാണു നീ. ദിവ്യകാരുണ്യമേ ബലിവേദിയിൽ ഞങ്ങൾക്കായി മുറിയും അപ്പമാണു നീ. ലൂക്ക 5:5 ശിമയോൻ പറഞ്ഞു, ശിമയോൻ പറഞ്ഞു, ഗുരു, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. എങ്കിലും നീ പറഞ്ഞതനുസരിച്ച് ഞാൻ വലയിറക്കാം. ഇതാണ് സിറ്റുവേഷൻ. ദൈവത്തിനും അറിയാം, ശിമയോനും അറിയാം, നമുക്കും അറിയാം സൊല്യൂഷൻ ഇല്ലെന്ന്. സമാധാനം, ഇതിന് ഈ പരിഹാരമില്ല. എന്താ പറയണത്? മക്കളെ, മീൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എന്താ പറയണത്? രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് ഞങ്ങൾക്ക് ഒന്നും കിട്ടില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? പകല് അധ്വാനിച്ചാൽ നല്ല ഞാൻ ഇസ്രയേലിൽ കർത്താവ് സഞ്ചരിച്ച എല്ലാ സ്ഥലത്തും വള്ളത്തെ പോലുള്ളതാണ്. 43 ഡിഗ്രി ചൂടുണ്ട്. ആ സമയത്ത് ഒറ്റ വള്ളക്കാരും ഈ ഗലീല കടലിലില്ല. എന്താ കാര്യം? നിൽക്കാൻ പറ്റത്തില്ല. ഞങ്ങൾ പോയ ബോട്ടിൽ മാത്രം അതിൻ്റെ അകത്ത് തന്നെ ഇരുന്ന് വേർക്കണം മനുഷ്യൻ. ഞാനോർത്ത് എൻ്റെ ഈശോ, നീ ഈ ചൂടിലാണ് അങ്ങോട്ട് കിടന്ന് നടന്നതെന്ന്. അവിടെ ഇരുന്നുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചിരിക്കുന്ന സമയത്ത് ചോദിച്ചതാണ് കർത്താവിനോട്. പക്ഷേ എന്താ പ്രോബ്ലം? നല്ല ചൂടായ കാരണം ഈ മീനൊന്നും മുകളിൽ വരത്തില്ല. അതുകൊണ്ടാണ് ഇവർ രാത്രി പോണത്. രാത്രി ആകുമ്പോൾ കടൽ തണുക്കും, ചൂടുവെള്ളമൊക്കെ തണുത്ത് പോകും. 2 മണിയാകും രാത്രി. കാര്യം വെള്ളം തണുക്കണത് കര തണുക്കണ പോലെ അല്ലല്ല, വെള്ളം തണുക്കണത് കുറഞ്ഞ് വരത്തുള്ളൂ. ഇപ്പോൾ കടലിലൊക്കെ പോകുമ്പോൾ നമുക്കറിയാം. ഞാൻ രാത്രി കടലിൽ പോയിട്ടുണ്ട്. ആൾക്കാർ കാണാതെ, കടലിൽ പോയവരെ കാണാതിരുന്ന സമയത്ത് ഞാൻ ഒരു രാത്രി മുഴുവനും കടലിൽ പോയി. കൊച്ചി തൊട്ട് അമ്പലപ്പുഴ വരെ 90-ലെ. അപ്പോൾ ആ സമയത്ത് അറിയാം കടലിലെ വെള്ളം ചൂട് തന്നെയാണ്. പക്ഷെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതുകൊണ്ടാണ് ഇവർ രാത്രി പണിക്ക് പോണത്. രാത്രി പണിക്ക് പോയിട്ട് ഒന്നും കിട്ടില്ലെന്നാണ് ഇവർ പറയണത്. സൊല്യൂഷൻ ഇല്ല. ക്ലിയർ അല്ലേ? സൊല്യൂഷൻ ഇല്ല. 2 കാര്യം. എന്താ പ്രശ്നം? പകല് പണിക്ക് പോകാൻ പറ്റണില്ല. പിന്നെ രാത്രി പോയിട്ട് രാത്രിയും മീനില്ല. ദാറ്റ് മീൻസ് എന്താ? കടലിൽ മീനേ ഇല്ല. അതാണ് പ്രശ്നം. സൊല്യൂഷൻ ഇല്ല. പിന്നെ എന്താ പത്തോസ് പറയണത്? നിനക്കും അറിയാം കടലിൽ മീനില്ലെന്ന്, ഞങ്ങൾക്കും മത്സ്യത്തൊഴിലാളികൾ ഞങ്ങൾക്കും അറിയാം കടലിൽ മീനില്ലെന്ന്. ഇതുപോലെ ഒരു പ്രശ്നം നമ്മുടെ ജീവിതത്തിൽ വരും. നമുക്കും അറിയാം ഇതിന് സൊല്യൂഷൻ ഇല്ലെന്ന്. 4 കോടി കടമുണ്ട്. ആകപ്പാടെ ഒരു 10 സെൻറ്റ് 1 ഏക്കർ സ്ഥലമുണ്ട്. സൊല്യൂഷൻ എന്താ? നമുക്കും അറിയാം സൊല്യൂഷൻ ഇല്ലെന്ന്, ദൈവത്തിനറിയാം സൊല്യൂഷൻ ഇല്ലെന്ന്. കറക്റ്റല്ലേ സംഭവം? അതായത് ഇതുകൊണ്ട് എന്താകാനാണെന്ന് അപ്പോസ്തലന്മാർ ചോദിക്കത്തില്ലേ? 5000 പേരുണ്ട്, 5 അപ്പമുണ്ട്, ഇതുകൊണ്ട് എന്താകാനാണ്? സൊല്യൂഷൻ ഇല്ല. ഇങ്ങനെ സൊല്യൂഷൻ ഇല്ലാത്ത കാര്യങ്ങളാണ് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ അഭിസംബോധന ചെയ്തതെന്ന് ഓർക്കണം. അതാണ് കർത്താവ് കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. അപ്പൊ പത്രോസ് പറയുന്നൊരു കാര്യമുണ്ട്.
നിനക്കും അറിയാം കടലിൽ മീനില്ലെന്ന്. അവിടെ പോയി പണിയെടുത്ത് രാത്രിയും പകലും പണിയെടുത്ത് ഞങ്ങൾക്കും അറിയാം കടലിൽ മീനില്ലെന്ന്. ഇങ്ങനെയാണെങ്കിലും നിനക്കും അറിയാൻ സൊല്യൂഷൻ ഇല്ലെന്ന്, ഞങ്ങൾക്കും അറിയാൻ സൊല്യൂഷൻ ഇല്ലെന്ന്. പക്ഷേ ഒരു സൊല്യൂഷനുണ്ട്. എന്താണ്? നീ പറഞ്ഞതനുസരിച്ച് ഉടമ്പടി ചെയ്തുകൊണ്ട്, അവൻ പറയണ പോലെ ചെയ്തുകൊണ്ട്, സാക്ഷികളായി ജീവിച്ചുകൊണ്ട് ഞങ്ങൾ സൊല്യൂഷൻ ഉണ്ടാക്കും. കൈയ്യട്ടിച്ച് കടതാസൂര് കണ്ടല്ലേ. ഞങ്ങൾക്കായി മുറിയും അപ്പമാണു നീ. ദിവ്യകാരുണ്യമേ ബലിവേദിയിൽ ഞങ്ങൾക്കായി മുറിയും അപ്പമാണു നീ. ജീവൻ സമൃദ്ധമായി ഉണ്ടാകുവാൻ നീയെന്നും മുറിക്കപ്പെടുന്നു. ജീവൻ സമൃദ്ധമായി ഉണ്ടാകുവാൻ നീയെന്നും മുറിക്കപ്പെടുന്നു. സ്വയമേ ശൂന്യമാകുന്നു. ദിവ്യകാരുണ്യമേ ബലിവേദിയിൽ ഞങ്ങൾക്കായി മുറിയും അപ്പമാണു നീ. അപ്പോൾ അവസാനിപ്പിക്കുകയാണ്. നിനക്കും അറിയാം സൊല്യൂഷൻ ഇല്ലെന്ന്, ഞങ്ങളുടെ ജീവിതത്തിന് സൊല്യൂഷൻ ഇല്ലെന്ന് ഞങ്ങൾക്കും അറിയാം. പകൽ പണിയില്ലാത്തത് കൊണ്ടാണ് രാത്രി പണിക്ക് പോയത്. രാത്രിയും പണിയില്ലാത്തപ്പോൾ കടലിൽ മീനില്ലെന്ന് ഞങ്ങൾക്കറിയാം, നിനക്കും അറിയാം. പക്ഷേ ഇങ്ങനെയാണെങ്കിലും നീ പറഞ്ഞതനുസരിച്ച്, അവൻ പറഞ്ഞതുപോലെ ചെയ്തുകൊണ്ട്, ഉടമ്പടിയിൽ ജീവിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിന് ഞങ്ങൾ പരിഹാരം കണ്ടെത്തും. വിത്ത് ഹാർപ്പ് ആൻഡ് വിത്ത് ഹാർപ്പ് ഐ സോൾവ് മൈ പ്രോബ്ലം. ദാവീദ് പറഞ്ഞതാണ്. ഉടമ്പടിയെക്കുറിച്ച് ദാവീദ് പറഞ്ഞതാണ്. കിന്നനാഥത്തിൻ്റെ അകമ്പടിയോടുകൂടി ഞാൻ എൻ്റെ കടങ്കഥയുടെ പൊരുളറിയും. ശ്രദ്ധിക്കട്ടെ. Take the word of God. Hallelujah, 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 hallelujah. യേശുവേ നന്ദി. Hallelujah, hallelujah. Hallelujah, hallelujah, hallelujah. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധന. സങ്കീർത്തനം 49:4. സുഭാഷിതത്തിന് ഞാൻ ചെവി ചായ്ക്കും. ആണ് ദൈവത്തിൻ്റെ വചനത്തിന്, ഞാൻ ചെയ്യാനുള്ള വചനത്തിന് വേണ്ടി ഞാൻ ചെവി ചായ്ക്കും. കിന്നരനാദത്തോടെ ഞാൻ എൻ്റെ കടങ്കഥയുടെ പൊരുൾ തിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഇതാണ് സംഭവം. നിനക്കും അറിയാൻ സൊല്യൂഷൻ ഇല്ലെന്ന്, എനിക്കും അറിയാൻ സൊല്യൂഷൻ ഇല്ലെന്ന്. പക്ഷേ സുഭാഷിതങ്ങൾക്ക് ഞാൻ ചെവി ചായ്ക്കും. നീ പറഞ്ഞതുകൊണ്ട്, ഞാൻ ചെയ്തുകൊണ്ട്, നിന്നെക്കൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിന് പരിഹാരം കാണും. അതാണ് ഉടമ്പടിയുടെ അന്തസത്ത. കൈയിട്ടിച്ച് കർത്താവ് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, ഹല്ലേലൂയ. പാടി വാഴ്ത്തുന്നെല്ലാരും പ്രിയനേ നിൻ സ്നേഹം ഓർക്കുന്നെല്ലാരും. പാടി വാഴ്ത്തുന്നെല്ലാരും പ്രിയനേ നിൻ സ്നേഹം ഓർക്കുന്നെല്ലാരും. സമയത്തില്ലൊരു പാടാം. പാടി വാഴ്ത്തുന്നെല്ലാരും പ്രിയനേ നിൻ സ്നേഹം ഓർക്കുന്നെല്ലാരും. ആത്മാവിൻ നവകിന്നരം തൂക്കി ഞങ്ങൾ പാടും. ലോകമാകും ബാബിലോണിൻ മിഴിനീരിൻ പുഴയോരം തമ്മിൽ സ്തുതി പാടും. പാടി വാഴ്ത്തുന്നെല്ലാരും
പ്രിയനേ നിൻ സ്നേഹം ഓർക്കുന്നില്ലാരും, പാടി വാഴ്ത്തുന്നില്ലാരും. പ്രിയനേ നിൻ സ്നേഹം ഓർക്കുന്നില്ലാരും, ഒരുമിച്ച് പാടുക, ആവർത്തിച്ച് പാടുക. പാടി വാഴ്ത്തുന്നില്ലാരും. പ്രിയനേ നിൻ സ്നേഹം ഓർക്കുന്നില്ലാരും. ആത്മാവിൻ അലറിയിൽ അവതാരമാകും നവകിന്നരം തൂക്കി ഞങ്ങൾ പാടും. ലോകമാകും ബാബിലോണിൻ മിഴിനീരിൻ പുഴയോരം തന്നിൽ സ്തുതി പാടിടും. പാടി വാഴ്ത്തുന്നില്ലാരും, പ്രിയനേ നിൻ സ്നേഹം സന്തോഷത്തോടെ ഒരുമിച്ച് ദൈവത്തിന് ആരവത്തോടെ പാടി വാഴ്ത്തുന്നില്ലാരും, പ്രിയനേ നിൻ സ്നേഹം ഓർക്കുന്നില്ലാരും. ആത്മാവിൻ അലറിയിൽ അവതാരമാകും നവകിന്നരം തൂക്കി ഞങ്ങൾ പാടും. ലോകമാകും ബാബിലോണിൻ മിഴിനീരിൻ പുഴയോരം തന്നിൽ സ്തുതി പാടിടും. പാടി വാഴ്ത്തുന്നില്ലാരും, പ്രിയനേ നിൻ സ്നേഹം ഓർക്കുന്നില്ലാരും. കൈകൾ ഉയർത്തിയടിച്ചുകൊണ്ട് പാടി വാഴ്ത്തുന്നില്ലാരും, പ്രിയനേ നിൻ സ്നേഹം ഓർക്കുന്നില്ലാരും. എൻ്റെ മക്കളെ സന്തോഷത്തോടെ തലയിൽ കൈവച്ച്, നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, തീർച്ചയായിട്ടും നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ഇന്നത്തെ ഈ അഭിഷേക ശുശ്രൂഷയ്ക്ക് എത്തിച്ചേരാൻ കർത്താവ് നിങ്ങളെ കൊണ്ടുവന്നതാണ്. നിങ്ങളുടെ വലിയ സാക്ഷികളായി നിങ്ങൾ മാറാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട്, എന്നെ സാക്ഷിയാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിനാദം പോലെ സ്തുതിക്കട്ടെ. കർത്താവേ, ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളെയും, ഇവിടെ ആയാലും ഓൺലൈനായാലും അവരെല്ലാവരെയും കർത്താവേ നിൻ്റെ തിരുരക്തത്താൽ തളിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഉച്ച മുതൽ ഉള്ളംകാല് വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. ഉച്ച മുതൽ ഉള്ളംകാല് വരെ എല്ലാ കോശങ്ങളിലും, എല്ലാ പേശികളിലും, അസ്ഥികളിലും, പേശികളിലും കർത്താവിൻ്റെ രക്തം പടരട്ടെ. പസ്തി രോഗങ്ങൾ, പേശി രോഗങ്ങൾ, ആന്തരിക അവയവ രോഗങ്ങൾ ഉച്ച മുതൽ ഉള്ളംകാല് വരെ യേശു ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തിൽ മാറിപ്പോകട്ടെ. ഒരുമിച്ച് പാടുക. എല്ലാവരും കഥാപരണമേ വീണ്ടും നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. കൈയെടുക്കരുത്, ഓൺലൈനിലുള്ളവർ കൈയെടുക്കരുത്. കർത്താവേ, ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ദുരന്തങ്ങൾക്ക് അത് നിവൃത്തിയാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. അതെല്ലാം നീങ്ങിപ്പോകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈശോ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഞങ്ങൾക്കൊന്നും കിട്ടിയില്ലെന്ന് അപ്പോസ്തലന്മാർക്ക് അനുഭവം കൊണ്ടറിയാം. അങ്ങയ്ക്ക് ദൈവികമായ ബോധത്തിലറിയാം. എങ്കിലും കർത്താവേ, വചനം പറയുന്നു, അങ്ങ് പറഞ്ഞതനുസരിച്ച് ഉടമ്പടി ചെയ്തുകൊണ്ട് അതുപോലെ ജീവിച്ചുകൊണ്ട് കർത്താവേ, വിത്ത് ഹാർപ്പ് ഐ ഷൽ സോൾവ് മൈ പ്രോബ്ലം. എൻ്റെ ജീവിതത്തിൻ്റെ അകമ്പടിയെ, ജീവിതത്തിൻ്റെ കടങ്കഥയുടെ പൊരുളറിയാൻ എൻ്റെ വചനം, സുഭാഷിതങ്ങൾക്ക്, ദൈവവചനങ്ങൾക്ക് ഞാൻ ചെവി കേൾക്കുകയും ചെവി ചായ്ക്കുകയും അതനുസരിച്ച് കൊണ്ട് കർത്താവിൻ്റെ വചനം ജീവിതം നിറവേറ്റിക്കൊണ്ട് കർത്താവെ, അത് നിറവേറ്റാൻ ആവശ്യമായ ബുദ്ധിയും ശക്തിയും മ്ലാനമതരണം വിട്ടുകൊണ്ട് കണ്ണ് തുറന്ന എമ്മാവൂസ് ശിഷ്യന്മാരെ പോലെ കർത്താവേ, ഞങ്ങളുടെ കണ്ണുകൾ തുറന്നു തരണമേ. ജീവിതത്തിൻ്റെ ദുരിതങ്ങൾ, ജീവിത തടസ്സങ്ങൾ
പ്രയാസങ്ങൾ, കടങ്ങൾ പോലുള്ള ജീവിതത്തിന്റെ എല്ലാ അവസ്ഥകളും യേശുക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തില് കൃപാസനം അൾത്താറ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തില് ജീവിതത്തിന്റെ കടനകൾക്ക് ദൈവിക പരിഹാരമുണ്ടാകാൻ ആത്മാവ് അഭിഷേകം നൽകട്ടെ, ശുദ്ധിക്കട്ടെ. സൗഖ്യം നൽകണമേ, എങ്കിൽ നിറയണമേ, ദാതാവേ സൗഖ്യം നൽകണമേ. എല്ലാവരും മുട്ട നിൽക്കുക. സമാപന ആശീർവാദം. കൈകൾ കൂപ്പി ശിരസ് നമിച്ച് ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. ആവേ ആവേ മരിയ, ആവേ 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 മരിയ. അറിയിപ്പുകൾ. എൻ്റെ മക്കളെ ശ്രദ്ധിക്കേണ്ടത്, കൃപാസനത്തിന് അച്ഛനുണ്ടായാലും ഇല്ലെങ്കിലും അതൊരു കഥയല്ല. കാര്യം ഇവിടെ എല്ലാവരുടെ കാര്യം നോക്കുന്നത് അമ്മയാണ്. പരിശുദ്ധ അമ്മ ദേവമാതാവ് കൃപാസന അൾത്താര ജീവനോടെ പ്രത്യക്ഷപ്പെട്ടത്. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും ഉടമ്പടി ഉണ്ടാകും, എല്ലാ ദിവസവും പുതുക്കാൻ പറ്റും, എല്ലാ ദിവസവും സാക്ഷ്യം പറയാൻ പറ്റും. നിങ്ങൾ അതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. ഗുരുതരമായ ചില അവസ്ഥയിലുള്ളവർ അച്ഛൻ വരുമ്പോൾ കാണും, അത് വരുമ്പോൾ തീർച്ചയായിട്ടും കാണാം. പക്ഷേ നിങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ടത് ഉടമ്പടിക്കും ഉടമ്പടിയുടെ സാക്ഷ്യ ജീവിതത്തിനും വേണ്ടിയാണ്. അതിവിടെ അച്ഛൻ മരിച്ചാലും മാതാവ് കുറച്ചുകൂടി ഭംഗിയായിട്ട് കൃപാസനം ചെയ്യുകയുള്ളൂ. കാര്യം അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഇടമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ കാര്യമാണ് ഇവിടെ ജനങ്ങൾ വിശുദ്ധീകരിക്കുകയും ശക്തീകരിക്കുകയും അടയാളത്തോടെ അഭിഷേകമായി ജീവിക്കുകയും ചെയ്യേണ്ടത്. ദൈവം അത് ഭംഗിയായിട്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾ അതിൽ ആശ്രയിച്ച് വിശ്വസിച്ചും പ്രാർത്ഥിച്ചും എല്ലാ വിഷയങ്ങളെയും അതിജീവിക്കണം. കൃപാസനം സൊസൈറ്റി ഓഫ് കൃപാസനം എന്ന് പറഞ്ഞ് കൃപാസനം പ്രേക്ഷിതരുടെ ഒരു ശുശ്രൂഷ ആണിപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ
മിഷണറീസ് ഓഫ് മെരിൻ അപ്പാരിഷൻസിന് പകരം സ്ഥാപിക്കണത്. അതായത് കൃപാസനം മാതാവിൻ്റെ ആധ്യാത്മികത ഫോളോ ചെയ്തുകൊണ്ട് ശുശ്രൂഷ ചെയ്യുന്നവർ. ചിലപ്പോൾ 1 കൊല്ലമാകും, ചിലപ്പോൾ ഒരു 3 മാസമാകും. ഇപ്പോൾ സിസ്റ്റേഴ്സ്, ഇപ്പോൾ ഇന്നലെ ഒരു സിസ്റ്റർ വന്നു 1 വർഷം വർക്ക് ചെയ്യാൻ വേണ്ടി. അപ്പം അങ്ങനെ സിസ്റ്റേഴ്സായാലും അച്ഛന്മാരായാലും അൽമേനികളായാലും വിശ്വാസികളായാലും നിങ്ങൾക്ക് ഇവിടെ ശുശ്രൂഷ ചെയ്യാനുള്ള അവസരമുണ്ടെന്ന് ഓർപ്പിക്കുന്നു. അപ്പോൾ 1 കൊല്ലത്തിൽ കൂടുതൽ ശുശ്രൂഷ ചെയ്യുന്നവരെയാണ് ഈ സൊസൈറ്റിയിൽ മെമ്പർമാരാക്കുന്നത്. ലോകത്തെവിടെയിരുന്നും പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ തിരിതെളിച്ച് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി ലൈറ്റക്കാൻ്റെ പേർ റിക്വസ്റ്റ് www.kripasanamarianshrine.com. വീണ്ടും ഓർപ്പിക്കുന്നു. 14 പത്രങ്ങളാണ് നമുക്കുള്ളത്. 14 ഭാഷാ പത്രങ്ങൾ. അതാത് രാജ്യങ്ങളിലേക്ക് പോകുന്നവർ, സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നത് ആ ഭാഷയുടെ പത്രമാണ് വാങ്ങിച്ചുകൊണ്ട് പോകേണ്ടത്. അപ്പം അത് ശരിക്കും ഞങ്ങൾക്കിപ്പോൾ ട്രാൻസ്ലേഷന് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഈ ധ്യാനം കേൾക്കുന്നവരെ ഏത് ഭാഷയിലാണ് നിങ്ങൾക്ക് പത്രം തർജ്ജമ ചെയ്ത് തരാൻ കഴിയുന്നത് അത് ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ നിങ്ങൾക്ക് അതിലേക്ക് ബന്ധപ്പെടേണ്ടതാണ്. 82 81 29 75 11. അപ്പം നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് പത്രം ഏത് ഭാഷയിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് തരാൻ പറ്റുമെന്ന് അറിയിച്ചാൽ അതിൻ്റെ പണവും തരും, നിങ്ങളെ അതിൻ്റെ പ്രേക്ഷിതരാക്കുകയും ചെയ്യാം. നമുക്ക് മാതാവിനതൊരു സഹായവുമായിരിക്കും. അമ്മയ്ക്ക് മുറി എൻ്റെ സ്വന്തം പ്രാർത്ഥനാ മുറി എന്ന പ്രോജക്റ്റ് തുടരുകയാണ്. തീർത്ഥാടകർക്ക് 3 ദിവസം, 1 വർഷം 5 ദിവസം ഫ്രീ ആയിട്ട് കിട്ടുന്ന മുറികളാണത്. അങ്ങനെ 5 വർഷം കിട്ടും. ആ പ്രോജക്റ്റിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ 94 47 69 96 81 5 നമ്പറിൽ വിളിച്ചിട്ട് അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് മനസ്സിലാക്കി താല്പര്യമുണ്ടെങ്കിൽ ഈ പ്രേക്ഷിത പദ്ധതിയിൽ പങ്കാളിയാകേണ്ടതാണ്.